ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഗൂഡല്ലൂർക്കാണ്. അപ്പോൾ ഇത് ഗൂഡല്ലൂർ നാടുകാണി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്, ടാൻഡി എസ്റ്റേറ്റാണിത്. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബസ്സിലാണ് പോണത്. അതുകൊണ്ട് ഓരോ സൈഡിലുള്ള എല്ലാം ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പം നമ്മൾ ഇരുമ്പ് പാലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇരുമ്പ് പാലം കഴിഞ്ഞ് കോഴിപ്പാലം എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെമ്പാലെത്തി. ഇത് ചെമ്പാല ടീ ഫാക്ടറിയാണ്. ചെമ്പാല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മളെ യത്തീംഖാനൻ്റെ അവിടെ എത്താനായി. ഇതാണ് നമ്മളെ യത്തീംഖാന, ഗൂഡല്ലൂർ താലൂക്ക് മുസ്ലിം യത്തീംഖാന എന്ന് പറഞ്ഞിട്ടുള്ള ഓർഫനേജ്. ഇതാണ് യത്തീംഖാന. ഇവിടെ കൊല്ലത്തിലൊരിക്കൽ സ്ത്രീ സന്ദർശനത്തിനൊക്കെ ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം അതിനെക്കുറിച്ചെല്ലാം. അപ്പോൾ നമ്മൾ മസനക്കുടി പോണ വഴി എടുത്തതാണിത്, ഗൂഡല്ലൂരിൻ്റെ. അപ്പോൾ ഗൂഡല്ലൂരിൻ്റെ ഒന്ന് മസനക്കുടി പോയപ്പം എടുത്തപ്പം ഗൂഡല്ലൂരിൻ്റെ ഇട്ടതാട്ടോ. അപ്പോൾ ഇതാണ് ഏകദേശം ഗൂഡല്ലൂർ ടൗൺ എത്താനായി. ആദ്യമൊക്കെ അധികം ആളുകളും ഹോൾസെയിൽ പച്ചക്കറി എടുക്കാൻ വന്നിരുന്നത് ഗൂഡല്ലൂരിൽ നിന്നായിരുന്നു. അന്ന് ശനിയാഴ്ചയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അന്ന് രാവിലെ ഒരുവിധം എല്ലാ പച്ചക്കറിയും മേട്ടുപ്പാളയം, പിന്നെ ഗുണ്ടിൽപ്പേട്ട, മൈസൂർ, ഊട്ടി ഐറ്റംസ് എല്ലാം ശനിയാഴ്ച ഉണ്ടാവും മാർക്കറ്റിൽ. ഒരുവിധം നല്ല സെയിലും നടന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കുറവാണ്. ഇപ്പം എല്ലാം കടകളിൽ തന്നെ ഹോൾസെയിൽ എത്തിത്തുടങ്ങി. അതുകൊണ്ട് ഗൂഡല്ലൂർ മാർക്കറ്റിൽ ആളിപ്പോൾ കുറവാണെന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് ഏകദേശം ഗൂഡല്ലൂരിൻ്റെ ടൗൺ ഭാഗങ്ങൾ. ഇതാണ് ഗൂഡല്ലൂരിലെ പള്ളി. ഇതാണ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡ്. അവിടെ ഇതുപോലെ കുറേ ആളുകൾ പച്ചക്കറി കച്ചവടം ചില്ലറയായിട്ട് ചെയ്യുന്നുണ്ടാവും. അത്യാവശ്യം പച്ചക്കറികൾക്കൊക്കെ വില കുറവ് ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നാട്ടിൽ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിനും കുറവ് ഗൂഡല്ലൂർ മാർക്കറ്റിലുണ്ടെന്ന്. ചില കടകളിൽ ചെന്നാൽ ഹോൾസെയിൽ വിലക്കും കിട്ടും സാധനങ്ങൾ. ഇവിടെ നമ്മളെ സുൽത്താൻ ബത്തേരി പോലെ റോഡ് സൈഡിൽ നടക്കാനുള്ള പാതിയും അവിടെ പൂച്ചെടിയെല്ലാം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് ഒരു സൈഡിലെ വർക്ക് കഴിഞ്ഞു തോന്നുന്നു. ഇനിയൊരു സൈഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗൂഡല്ലൂർ എന്ന് പറയുമ്പോൾ അധികം ആളുകളും ഊട്ടി മൈസൂരെല്ലാം പോകുമ്പോൾ ഗൂഡല്ലൂർ ടച്ച് ചെയ്താതെ പോവില്ല. അധികം ഗൂഡല്ലൂർ ടച്ച് ചെയ്തിട്ടായിരിക്കും ഊട്ടി മൈസൂരെല്ലാം പോകുന്നത്. അതുകൊണ്ട് നല്ല നല്ല ഫുഡുകളെല്ലാം ഉണ്ടാവും, നല്ല ലൈവ് പൊറോട്ട. അതുപോലെ തന്നെ അധികം ടൂറിസ്റ്റുകളും വരുന്നത് ഒന്നുകിൽ ഊട്ടി അല്ലെങ്കിൽ മൈസൂർ ആയിരിക്കും. പക്ഷേ ഗൂഡല്ലൂരിൽ വേറെ ഒരു കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, എല്ലമല എസ്റ്റേറ്റ് എന്ന് പറയും. ആ ഭാഗം ഇതുപോലൊരു കാടാണ്, എസ്റ്റേറ്റ് ഏരിയയാണ്. ഒരുപാട് ആളുകളിപ്പോൾ എല്ലമല എസ്റ്റേറ്റിലേക്കും ടൂറിനായിട്ടൊക്കെ വരുന്നുണ്ട്. അത് അറിയണമെങ്കിൽ അവിടെ ഏതെങ്കിലും
ഒരു ഓട്ടോക്കാരോടൊക്കെ അന്വേഷിച്ചാലും മനസ്സിലാവും എല്ലമല എസ്റ്റേറ്റ് എവിടെയാണ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പം അതിനെക്കുറിച്ച് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഇതൊക്കെ ഗൂഡല്ലൂർ രാവിലെ കിട്ടുന്ന സാധനങ്ങളാണ്. ചീര, അതുപോലെ ഈ ടൗൺ സൈഡുകളിലെല്ലാം ചില്ലറ കച്ചവടങ്ങളുണ്ടാവും ഇഷ്ടംപോലെ. അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ്സുള്ള ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് എത്താനായി. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ 2 റൂട്ടായി തിരിയും. ഒന്ന് പാട്ടവയൽ, ദേവർശോല പാട്ടവയൽ ഒരു റോഡ് അങ്ങനെ തിരിയും. ഒരു റോഡ് നേരെ പോണത് മൈസൂർ. അതിൻ്റെ ബോർഡെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ബോർഡ് നോക്കി പോയാൽ മതി. ഇതാണ് നമ്മൾ ബസ് സ്റ്റാൻഡ്, ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നു, ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കർണാടകൻ്റെ ബസ്സുകളും ഊട്ടിയിലേക്ക് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതന്നെ ഗൂഡല്ലൂർ ടൗണ്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്ത് തരൂ, ഒന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണേ. എങ്കിലേ നമുക്ക് എന്തെങ്കിലും മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.